ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു ദിവസം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന എല്ലാ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്രകാരം ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി എബ്രായർക്ക് എഴുതിയ ലേഖനത്തെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഹോപ്പ് ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ചാനലിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ഈ കാലയളവിൽ നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന എബ്രായർ ലേഖനത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഇന്ന് ദിവസം നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ബെറ്റർ എന്നാണ്. അല്ലെങ്കിൽ ഇതിൽ ഒന്നിനെ മറ്റ് പലതിനോടും ശ്രേഷ്ഠം എന്നെണ്ണി അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ തീം എന്ന് പറയുന്നത് ബെറ്റർ എന്നാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജനങ്ങൾക്ക്, എബ്രായ ജനങ്ങൾക്ക്, യഹൂദന്മാർക്ക് നൽകപ്പെടുന്ന, എഴുതി നൽകുന്ന അവരുടെ മതപുസ്തകത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു എത്രത്തോളം ശ്രേഷ്ഠനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, അവരുടെ ദൈവമാണ് ക്രിസ്തു എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. അപ്പോൾ ഈ പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ഇന്ന് നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തെക്കുറിച്ച് നോക്കാം. അതിപ്രകാരം പറയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ കർത്താവേ തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അങ്ങയുടെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ പരിശുദ്ധാത്മശക്തിയാൽ അടിയങ്ങളെ നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണം. സർവ്വവും യേശു നാം ചോദിക്കുമ്പോൾ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് എന്ന്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും, പണ്ട് പഴയ നിയമ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരോട് ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ മനുഷ്യരോട് സംസാരിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മൾ ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം ഇപ്രകാരം പറയുന്നു: യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായിരിക്കുന്ന ദാസന്മാർക്ക് തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുകയില്ല എന്ന്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം, നമ്മുടെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം, നമ്മെ മെനഞ്ഞ ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പഴയ കാലങ്ങളിൽ നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ശക്തമായ മുന്നറിയിപ്പ് ദൈവം തന്നെ ആദമിനും ഹവ്വയ്ക്കും നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അവിടെ ദൈവം മനുഷ്യനോട് നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രകാരമാണ് പറയുന്നത്: വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച മനുഷ്യനും സ്ത്രീയും കേട്ടിട്ട്. ഇവിടെ പാപത്തിൽ നിബന്ധിച്ചതായിട്ടുള്ള മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവിക സാന്നിധ്യത്തിൽ നിന്നും ഓടി ഒളിച്ച് മറഞ്ഞിരിക്കുന്ന വേളയിൽ സ്വർഗത്തിലെ ദൈവം ഏദൻ തോട്ടത്തിലൂടെ നടക്കുന്ന ഒച്ച അവർ കേട്ടു എന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ അവിടെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് തിരുവചനം പറയുന്നു. ഇവിടെ എടുത്തു പറയുന്നു, വെയിലാറിയ സമയത്ത്, ഒരു ദിവസത്തിന്റെ പ്രാരംഭ വേളയിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു എന്ന്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, ഇവിടെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു എന്നതിനർത്ഥം ഇവിടെ ദൈവം
ഓരോ സന്ധ്യായാമത്തിങ്കലും ഓരോ ദിവസത്തിൻ്റെ ആരംഭത്തിലും മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നിരുന്നു എന്നാണ്. പാപം ചെയ്ത ഉടനെ സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നില്ല. പാപം ചെയ്ത സമയത്ത് സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നതിന് പകരം ഇവിടെ സന്ധ്യായാമത്തിങ്കൽ വെയിലാറിയതായിട്ടുള്ള സമയത്ത് സ്വർഗത്തിലെ ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്നു. അതിനുശേഷം ദൈവം മനുഷ്യനെ വിളിക്കുന്നു. അതിനുശേഷം അവരുടെ പാപത്തിൻ്റെതായിട്ടുള്ള പരിണിത ഫലങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തി കൊടുക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ഓരോ സന്ധ്യായാമത്തിങ്കലും ദൈവം മനുഷ്യനോട് നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. എന്നാൽ പാപത്തിന് ശേഷം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ആശയവിനിമയത്തിന് വ്യതിചലനമുണ്ടായപ്പോൾ അവർ തമ്മിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, യെശയ്യാ പ്രവചനത്തിൽ, നിങ്ങളുടെ പാപമത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്നത് എന്ന്. അങ്ങനെ പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവത്തിനും മനുഷ്യനും മധ്യത്തിൽ വലിയൊരു വിള്ളലുണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം തിരുവചനം പറയുന്നു, യഹോവയായ കർത്താവ് തൻ്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് തൻ്റെ രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഇവിടെ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവം പണ്ട് വിവിധങ്ങളായി ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരുന്നു എന്ന്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരിലൂടെ മുൻകാലങ്ങളിൽ ഇടപെട്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. പാപത്തിൽ നിബന്ധിച്ച് ദൈവവുമായിട്ട് അടുക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള മനുഷ്യരോട് പ്രവാചകന്മാരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം അവരോട് അരുളി ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. യെശയ്യാ പ്രവചനം ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനിരിക്കുന്നതും പ്രസ്താവിക്കുന്ന ഒരു ദൈവം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ അതിൻ്റെ അവസാനം എന്ത് സംഭവിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം മുന്നമേ തന്നെ മനുഷ്യന് അരുളി ചെയ്ത് നൽകുന്നു പ്രവാചകന്മാരിലൂടെ. ഇനി സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ട് എങ്കിൽ സ്വർഗത്തിലെ ദൈവം സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും അവരോട് ഇടപെടുമെന്ന് തിരുവചനം പറയുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പ്രവാചകന്മാരായിരിക്കുന്ന മനുഷ്യരോട് നേരിട്ട് ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ മധ്യത്തിൽ പാപത്തിന് ശേഷം മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള കാര്യം, വേദപുസ്തകത്തിലുടനീളം മോശ പ്രവാചകൻ തുടങ്ങി ഇങ്ങോട്ട് പ്രവാചകന്മാർ ദൈവിക വചനങ്ങളെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാലാകാലങ്ങളിൽ ദൈവം അവർക്ക് നൽകിയതായിട്ടുള്ള അരുളപ്പാടുകളെ, സ്വർഗത്തിലെ ദൈവം നൽകിയതായിട്ടുള്ള വചനങ്ങളെ പ്രവാചകന്മാർ കേൾക്കുകയും തങ്ങൾ കേട്ടതായിട്ടുള്ള കാര്യങ്ങളെ തങ്ങളുടെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതുന്ന സമയത്ത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, തിരുവചനത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായിട്ടുളവായതല്ല, അല്ലെങ്കിൽ സ്വയമായി വന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ചിട്ട് അവർ രേഖപ്പെടുത്തിയതാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും ദാനിയേൽ പ്രവാചകനും എഹെസ്കേൽ പ്രവാചകനും തുടങ്ങി വലുതും ചെറുതുമായി അനവധി പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവിക വചനങ്ങളെ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവയൊക്കെയും പാപത്തിന് ശേഷം ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്തിൽ തന്നെ മേലാൽ സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ പ്രവാചകന്മാരോട് അരുളി ചെയ്യുകയും അവർ രേഖപ്പെടുത്തിയിരിക്കുകയുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. അപ്പോൾ പ്രവാചകന്മാരിലൂടെയാണ് ദൈവം മനുഷ്യരോട് ഇടപെട്ടിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ സോദോം ഗോമോറ പട്ടണങ്ങളെ സ്വർഗത്തിലെ ദൈവം നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അബ്രഹാമിലൂടെയും ലോത്തിലൂടെയും അവിടെ ഇടപെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിൻ്റെ നാശത്തെക്കുറിച്ച് മുന്നമേ അവരോട് അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നോഹ പ്രവാചകനോട് നോഹയിലൂടെ ദൈവം പറയുന്നു, ജലപ്രളയം സംഭവിക്കാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം ദൈവം വീണ്ടും യെരൂശലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തെക്കുറിച്ച് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തിരിക്കുന്നു. ഇനി ബാബിലോൺ സാമ്രാജ്യം മുതൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വരെ ഈ ലോകത്ത് എന്ത് സംഭവിക്കും പോകുന്നു എന്ന് ദൈവം ദാനിയേൽ പ്രവാചകനിലൂടെ നെബൂഖദ്നേസർ രാജാവിന് നൽകിയ ദർശനത്തിലൂടെ
സ്വപ്നത്തിലൂടെ ദൈവം വിവരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ഇടപെടുകയും ഈ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാം. അപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവാണ് അവർക്ക് ഉണർത്തിച്ചു കൊടുക്കുന്നത് എന്നും തിരുവചനം പറയുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ തിരുവചനം സ്പഷ്ടമായിട്ട് പറയുന്നു, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പാടുകാരനായ യോഹന്നാൻ അപ്പോസ്തലന്, യോഹന്നാനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതായിട്ടുള്ള വചനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കാം. ഇവിടെയും ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി എപ്രകാരമാണ് ദൈവം പ്രവാചകന്മാരിലൂടെ ഇടപെടുന്നത് എന്ന് തിരുവചനം പറയുന്നു. സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ദൈവം നേരിട്ട് അവരോട് സംസാരിക്കുന്നു, അവരോട് ആശയവിനിമയം നടത്തുന്നു. ആ ദൈവിക ശബ്ദം എപ്രകാരമാണ് എന്നും അത് ശ്രമിച്ചതായിട്ടുള്ള പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാഹളത്തിനൊത്ത ശബ്ദം, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം, അതുപോലെ തന്നെ ആ മൃദുവായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് വിവിധ രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്നതായിട്ടുള്ള രീതിയിൽ അവർ ഇടപഴകുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ അവർ കേട്ടിട്ടുള്ളതായിട്ടുള്ള ശബ്ദത്തോട് ഉപമിച്ച് അല്ലെങ്കിൽ താരതമ്യം ചെയ്ത് പ്രവാചകന്മാർ തങ്ങൾ ശ്രമിച്ചതായിട്ടുള്ള ശബ്ദങ്ങളെക്കുറിച്ച് കേൾപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ തിരുവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പണ്ട് ദൈവം ഭാഗമായി വിവിധമായിട്ട് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ഇടപെട്ടിരുന്നു. അവരിലൂടെ പാപികളായിരിക്കുന്ന മനുഷ്യരോട് ആശയവിനിമയം നടത്തിയിരുന്നു. ഇനി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ അരുളപ്പാടുകൾ നൽകിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്രകാരത്തിൽ തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള അരുളപ്പാടുകളെ പ്രവാചകന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി സൂക്ഷിച്ചിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിലൊരു ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന മോശ പ്രവാചകൻ തൻ്റെ പുസ്തകങ്ങളിലൂടെ ദൈവം നൽകിയതായിട്ടുള്ള അരുളപ്പാടുകളെ കാലാകാലങ്ങളിൽ ഈ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സുവിശേഷ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ മശിഹയെക്കുറിച്ചുള്ള അരുളപ്പാടുകളെ തങ്ങളുടെ പുസ്തകത്തിലൂടെ നമ്മെ അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ദ വീപ്പിംഗ് പ്രോഫറ്റ് അല്ലെങ്കിൽ വിലാപത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാ പ്രവാചകനിലൂടെ നമുക്ക് ഇപ്രകാരമുള്ള പ്രവചനങ്ങളെ, ദൈവം നൽകിയതായിട്ടുള്ള അരുളപ്പാടുകളെ നമുക്ക് ശ്രമിക്കുവാൻ സാധിക്കും. ഒരു സമയത്ത് ദൈവത്തിൽ നിന്നും ഇറങ്ങി ഓടുകയും പിൽക്കാലത്ത് ദൈവഹിതപ്രകാരം പ്രവർത്തിച്ചതായിട്ടുള്ള യോനാ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളെ ഒരു സർട്ടൻ ടൈം, ഒരു സമയത്തേക്ക് മാത്രമാണ് എങ്കിൽ പോലും ആ അരുളപ്പാടുകളെ നമുക്ക് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതൊക്കെയും നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയ ഒരു തലത്തിൽ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ കൃത്യതയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവ ഒക്കെയും ആയിരിക്കുന്നു എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാം. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഇവിടെ പറയുന്നു, മുമ്പ് ദൈവം പ്രവാചകന്മാരിലൂടെയാണ് നമ്മോട് സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇടപെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ ഇടപെട്ടിരുന്നത് പോലെ തന്നെ ഇപ്പോൾ പുത്രനായ ക്രിസ്തുവിലൂടെ അന്ത്യകാലത്ത്, അന്ത്യനാളുകളിൽ നമ്മളോട് സംസാരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. പ്രവാചകന്മാർ നിന്നുപോയത് കൊണ്ടല്ല. നമുക്കറിയാം, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയച്ചപ്പോൾ, ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ സമയത്ത് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ശ്രേഷ്ഠ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നൽകുന്ന സമയത്ത് മോശ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് പ്രവാചകന്മാരിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതുപോലെ പുത്രനായ ക്രിസ്തുവിൻ്റെ അഭിഷേക സമയത്ത്, സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ശബ്ദം അയക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. എന്നാൽ തിരുവചനം പറയുന്നു, അന്ത്യനാളിൽ പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം സംസാരിക്കും എന്ന്.
എന്തുകൊണ്ടാണ് പുത്രനായ ക്രിസ്തുവിലൂടെ ദൈവം സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകന്മാർക്കൊക്കെയും അരുളപ്പാടുകളെ നൽകിയത്, പിതാവായ ദൈവത്തിൻ്റെ ആലോചനകളെ പ്രവാചകന്മാർക്ക് ദൈവം നൽകിയത് പുത്രനായ ക്രിസ്തുവിലൂടെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നും നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ പ്രവാചകന്മാരെക്കാളുമൊക്കെയും ശ്രേഷ്ഠ പ്രവാചകനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് കാണുവാൻ സാധിക്കും. കാരണം ഈ ക്രിസ്തുവിൻ്റെ മനസ്സിനെ, ക്രിസ്തുവിൻ്റെ വചനത്തെയാണ് ക്രിസ്തു ഈ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്തോട് അറിയിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശുദ്ധ പുസ്തകത്തിൽ എഴുതിയത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അതിൽ നിത്യജീവനുണ്ട്, അതെനിക്ക് സാക്ഷ്യം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ പുസ്തകങ്ങളെ എഴുതിയത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ അരുളപ്പാടുകളാണ് അവർ ഈ പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നു. ആ ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്ന, മശിഹയ്ക്ക് സാക്ഷ്യം പറയുന്ന പുതിയ നിയമ പുസ്തകവും പഴയ നിയമ പുസ്തകവും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് എമ്മോസിലേക്ക് പോയ രണ്ടുപേരുടെ മധ്യത്തിൽ ദൈവം കടന്നു വരുമ്പോൾ, ദൈവം അവരോടുകൂടെ ഭക്ഷിക്കുവാനിരിക്കുമ്പോൾ ആ ക്രിസ്തു പറഞ്ഞത്, ആ പഴയ നിയമ പുസ്തകത്തിൽ മോശ തുടങ്ങി സങ്കീർത്തനങ്ങളിലൂടെ പ്രവാചകന്മാരൊക്കെയും എഴുതിയിരിക്കുന്നത് ഈ മശിഹയെ കുറിച്ചാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന്. എന്നാൽ ആ മശിഹ, കർത്താവായ യേശു ക്രിസ്തു, ദാസരൂപം പൂണ്ട് വേഷത്തിൽ തന്നെത്താൻ ഒഴിച്ച് മനുഷ്യനായി വിളങ്ങി ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി നമ്മുടെ മധ്യത്തിൽ പാർത്തപ്പോൾ ആ ക്രിസ്തു തന്നെ ഈ ലോകത്തെക്കുറിച്ച്, ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു ശ്രേഷ്ഠ പ്രവാചകൻ, പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ, പ്രവാചകന്മാർക്ക് അരുളപ്പാടുകളെ നൽകുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ ഒരു പ്രവാചകനായി മാറിക്കൊണ്ട് അന്ത്യനാളുകളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അക്കമിട്ട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അന്ത്യനാളുകളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമെന്നും, ക്ഷാമങ്ങൾ ഉണ്ടാകുമെന്നും, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നും, രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോട് എതിർക്കുമെന്നും, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്നും, ലോത്തിന്റെ കാലം പോലെ തന്നെ അന്ത്യനാളുകളിൽ സംഭവിക്കുമെന്നും, നോഹയുടെ കാലം പോലെ തന്നെ അന്ത്യനാളുകളിൽ സംഭവിക്കുമെന്നും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, ദാനിയേൽ പ്രവചനത്തിൽ മുന്നമേ അപ്രകാരം എഴുതിയിരിക്കുന്നുവല്ലോ എന്നൊക്കെയും കർത്താവ് യേശു ക്രിസ്തു അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ ക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നു, അന്ത്യനാളുകളിൽ കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്ന്. ഇവിടെ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠ പ്രവാചകൻ, പ്രവാചകന്മാർക്ക് അരുളപ്പാടുകളെ നൽകിയ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്നു, അന്ത്യനാളുകളിൽ കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും എന്ന്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മുന്നറിയിപ്പിൻ ദൂതുകളെ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. അതുപോലെ തന്നെ ഇതേ കർത്താവായ യേശു ക്രിസ്തു പത്മോസ് ദ്വീപിലായിരിക്കുന്ന വെളിപ്പാടുകാരനായ യോഹന്നാൻ അടുത്തേക്ക് ഇറങ്ങി വന്ന ആ യോഹന്നാൻ അപ്പോസ്തലന് ഇനിമേൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്താണ് യോഹന്നാൻ അപ്പോസ്തലന്റെ സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് വരെ ഈ ലോകത്ത് സംഭവിക്കാനിരിക്കുന്നത്? ആ ക്രിസ്തുവിന്റെ വരവിന് ശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്കൊടുവിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്ന സമയം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തു അവിടെ അറിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. യോഹന്നാൻ അപ്പോസ്തലൻ അത് പുസ്തകത്തിൽ എഴുതി നമുക്ക് പ്രദർശിപ്പിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുവാനുള്ള കാര്യം, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സ്വന്തം ജനത്തിന് എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുന്നു, ദൈവം പണ്ട് വിവിധമായിട്ടും ഭാഗമായിട്ട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വർഗത്തിലെ ദൈവം നൽകിയതായിട്ടുള്ള അരുളപ്പാടുകളാണ്. എന്നാൽ ഇന്ന് ഈ അന്ത്യനാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് അടയാളത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ പ്രവാചകന്മാർ പ്രവചിച്ചതായിട്ടുള്ള ദൈവം ശ്രേഷ്ഠ പ്രവാചകൻ ഇവിടെ അവരോട് അരുളപ്പാടുകൾ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ
എവറിത്തിങ്, അല്ലെങ്കിൽ ആ ക്രിസ്തുവാണ് എല്ലാത്തിനും എല്ലാം. ആ ക്രിസ്തുവാണ് സകലത്തിനും മേലായ നാമം. ആ ക്രിസ്തുവാണ് വചനം. ആ വചനത്തെയാണ് പ്രവാചകന്മാർ അറിയിച്ചത്. എന്നാൽ ആ പ്രവാചകന്മാർ പ്രവചിച്ച ക്രിസ്തു ഇന്ന് ഒരു പ്രവാചകനായി മാറിക്കൊണ്ട് ഈ ലോകത്തിന് അരുളപ്പാടുകളെ നൽകുവാൻ സാധിക്കും. ആ ക്രിസ്തുവാണ് ശ്രേഷ്ഠ പ്രവാചകൻ. ആ പ്രവാചകൻ തന്നെയാണ് ശ്രേഷ്ഠ ദൈവവുമെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദിയിൽ വചനമായി തീർന്ന ക്രിസ്തുവിൽ ആശ്രയിച്ച് ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ പഠിച്ച് ആ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമ്മൾ നയിക്കുകയാണ് എങ്കിൽ നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ആ ക്രിസ്തുവിൻ്റെ പാതാരബന്ധങ്ങളിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കാം. ആ ദൈവിക വചനങ്ങളെ ദൈവം പ്രവാചകന്മാരിലൂടെ അറിയിച്ചതും പുത്രനായ ക്രിസ്തുവിലൂടെ പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സ്വർഗസ്ഥ പിതാവെ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പണ്ട് പ്രവാചകന്മാരിലൂടെ അരുളപ്പാടുകൾ നൽകിയ അടിയുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഇന്ന് നേരിട്ട് മാനവകുലത്തോട് അവിടുന്ന് പ്രവചിച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യപുത്രനായി ഈ ഭൂമിയിലായിരുന്ന സാഹചര്യത്തിൽ അതൊക്കെയും ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അങ്ങിൽ അഭയം പ്രാപിച്ച് അങ്ങയോട് ചേർന്ന് വസിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവാടിയങ്ങളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ അവിടെ നിന്ന് നിറച്ച് നയിച്ചവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവിടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോട് കൂടെ ഇരിക്കണം. സകലമാനവുമത്തോടെ നടക്കണം. സർവ്വ അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ.